നമസ്കാരം. ഇത് ഏതാണ് വണ്ടി എന്നറിയാമോ? ഈ വണ്ടിക്ക് എത്ര വേരിയൻ്റ് ഉണ്ടെന്ന് അറിയാമോ? ഇതിൻ്റെ വില എന്താണെന്ന് അറിയാമോ? എല്ലാം പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോക്സ്വാഗൺ ഇന്ത്യ അവരുടെ ജനകീയമായ വാഹനം എന്ന് വിളിക്കാവുന്ന പോളോയെ പിൻവലിച്ചു. പിന്നെ എൻട്രി ലെവൽ എന്ന് പറയാവുന്ന വണ്ടിയായിട്ടുള്ളത് ടൈഗൂണാണ്. ഈ ടൈഗൂൺ വന്നിട്ട് കുറച്ചായി. അപ്പോൾ വന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ശരിക്കും രണ്ട് എഞ്ചിൻ ഓപ്ഷനാണ്, ഒരു 1 ലിറ്ററും ഒരു 1.5ഉം. അപ്പോൾ വിവിധമായ വേരിയൻറ്റുകളുണ്ട്. മൊത്തത്തിൽ 32ഓളം വേരിയൻറ്റുകളുണ്ട് ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അത്രയും വേരിയൻറ്റുകളുണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ ഈ വണ്ടി എന്ന് പറയുന്നത് ആ ഒരു വേരിയൻറ്റുകളുടെ വ്യത്യാസത്തിൽ പെർഫോമൻസ് ലൈനും ഡൈനാമിക് ലൈനും 1 ലിറ്ററിനെയും അല്ലെങ്കിൽ 1.5നും വ്യത്യസ്തമായിട്ട് തരംതിരിച്ചിട്ട് അതിൽ തന്നെ 1.5ൻ്റെ വേരിയൻറ്റുകളാണ് സ്പോർട്ട്, ക്രോം, GT എഡ്ജ്. അപ്പോൾ ഇത് GT എഡ്ജാണ്. 17,49,000 രൂപയോളം ഓഫർ പ്രൈസിൽ ഇപ്പോൾ ഈ ഒരു എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്ന ഈ ഒരു വണ്ടിക്ക് കുറേ അധികം കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ഉള്ളത്. കോസ്മെറ്റിക് എന്ന് പറയുമ്പോൾ കളറുകളുടെ ആ ഒരു ലഹളയും ആംബിയൻ ലൈറ്റും പോലുള്ള കാര്യങ്ങളും, അങ്ങനെ കുറേ അധികം കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് കൊടുത്തുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ഈ ഒരു ചേഞ്ചസ് ഒക്കെ പരിശോധിക്കാം. അപ്പോൾ ഇത് ടൈഗൂണിൻ്റെ GT എഡ്ജാണ്. ഫോക്സ്വാഗണിൻ്റെ ടൈഗൂണിൻ്റെ ഈ ഒരു GT എഡ്ജ് വേർഷൻ്റെ പ്രധാനമായ വ്യത്യാസം ബ്ലാക്ക് റൂഫാണ്. കൂടാതെ റൂഫ് റെയിൽസ് ഉണ്ട്. ഗ്ലാസ് ഏരിയ അല്ലെങ്കിൽ ബോണറ്റ് ഏരിയ ഒന്നും വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ ഹെഡ് ലാമ്പ് പ്രൊജക്ടറാണ്. GT എന്നുള്ള ബാഡ്ജ് ഉണ്ട്. അതുമാത്രമല്ല ആ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ക്രോം എന്ന് അവർ വിളിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു എലമെൻറ്റുകളൊക്കെ തന്നെയും ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു GT ലൈൻ്റെ ആ ഒരു ലോഗോ ആണെങ്കിലും അതല്ല താഴെ കൊടുത്ത ആ ഒരു ബ്ലാക്ക് ക്രോമിൽ ഇൻസെറ്റുകളാണെങ്കിലും ആ ഒരു ഫോഗ് ലാമ്പ് കാണുമ്പോൾ ഒരു ഹെഡ് ലാമ്പിൻ്റെ ലുക്ക് കാണുന്നുണ്ട് അല്ലേ, ചെറിയ കാറുകളുടെ. കൂടാതെ എഡാം കാണാം. എഡാമിൻ്റെ ഒരു ഡിസൈനൊക്കെ തന്നെയും ആ ഒരു ഹണിക്കോം പാറ്റേണാണ്. വശങ്ങളിലെ മാറ്റം എന്ന് പറയുന്നത് കാര്യമായിട്ട് മറന്നില്ല. അതായത് GT എന്നുള്ള ഒരു ബാഡ്ജ് ഉണ്ട്. കൂടാതെ ഈ ഒരു റെഡ് കാലിപ്പർ, ഈ ഭംഗികൾ ആലോചിക്കകത്തുള്ള റെഡ് കാലിപ്പർ ഒരു മാറ്റമായിട്ട് പറയാം. കൂടാതെ ബ്ലാക്ക് ലാഡിങ് വണ്ടിക്ക് ഓൾറെഡി ഉണ്ട്. അത് ശരിക്കും ടൈഗൂണിൻ്റെ ഫീച്ചറാണ്. ടൈഗൂണിൻ്റെ SUV എന്നുള്ള ലുക്ക് കൊടുക്കാനായിട്ട് ഫോക്സ്വാഗൺ ശ്രമിച്ചിട്ടുണ്ട്. പിന്നിൽ ഡ്രം ബ്രേക്ക് ആട്ടോ, ഡിസ്ക് അല്ല. അത് ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പറയാൻ മാറ്റങ്ങളില്ല. ഇനി ഇവിടെയും ആ ഒരു ഡാർക്ക് ക്രോമിൻ്റെ ഒരു ഇൻസൈഡ് ഉണ്ട് കേട്ടോ. പിന്നിൽ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് ആ ഒരു GT ബാഡ്ജും അല്ലെങ്കിൽ ആ താഴെ കാണുന്ന ബ്ലാക്ക് ക്രോം അല്ലെങ്കിൽ ഡാർക്ക് ക്രോമിൻ്റെ ആ ഒരു ഇൻസെർട്ട് മാറ്റി നിർത്തിയാൽ ശരിക്കും വ്യത്യാസങ്ങളില്ലാത്ത ഒരു വണ്ടി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. സ്പോയിലർ ഉണ്ട്. സ്പോയിലർ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. ആ ഒരു LED കാണാം. കൂടാതെ ഇവിടെ ഡിഫോറും റിയർ വൈപ്പറൊക്കെ തന്നെ കാണാമെന്നുള്ളതാണ്. ടൈഗൂണിൻ്റെ ബൂട്ട് വലുതാണ്, അതിലിപ്പൊന്നും പറയാനില്ല. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അതിനകത്ത് കണ്ടു, അത് കാണിക്കാൻ വേണ്ടിയാണ് തുറന്നത്. കൂടാതെ ഇവിടെ ഈ ഒരു ബോക്സിനകത്ത് ആ ഒരു ടൂളും കാര്യങ്ങളൊക്കെ വെച്ചത് തീർത്തും വൃത്തിയായിട്ടാണ്. താഴെ കാണുന്ന ഈ ഒരു പാഡിനകത്ത് നോക്കിയാൽ സ്പെയർ വീൽ അലോയ് അല്ലാന്ന് കാണാം. അതൊരു അലോയ് ആക്കാൻ വരുമെന്ന് തോന്നി. ഇത് സ്പീക്കറാണ്, സബ്ബൂഫറാണ്. ഈ സബ്ബൂഫർ എന്ന് പറയുന്നത് ശരിക്കും രസമുണ്ടല്ലേ കാണാനായിട്ട്, നല്ല സൗണ്ടും ഉണ്ട് ഈ വണ്ടിക്ക്. പാഴ്സൽ ഷെൽഫും ആ ഒരു 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ് 3 സീറ്റുകൾക്കും കൂടാതെ 3 ഹെഡ് റെസ്റ്റുകളും അതൊക്കെ സവിശേഷതകളാണ് എന്നുള്ളതാണ് ഫോക്സ്വാഗൺ തിങ്സ്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഈ ഹാൻഡിൽ പിടിച്ചാൽ അടയ്ക്കാം. ഇത്രയും കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ആണ് ഈ വണ്ടിക്കകത്തുള്ളത്. ഇപ്പോൾ ഒരു ടൈഗൂൺ വാങ്ങുന്ന ആൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇത്തിരി കസ്റ്റമൈസേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫാക്ടറിയിൽ തന്നെ ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ഇപ്പോൾ ഹെഡ്ലൈറ്റിനകത്തെ ആ ഒരു ഹണിക്കോം എലമെൻറ്റുകളാണെങ്കിലും ക്രോം ഇൻസെർട്ടുകളാണെങ്കിലും അതല്ല ഈ ഒരു വൈപ്പറിൻ്റെ മുകളിലുള്ള ഈ ഒരു ഡിഫ്ലക്ടർ ആണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ടൈഗൂണിൻ്റെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 360 ക്യാമറ ഇല്ല, അതൊരു കുറവായിട്ട് വേണമെങ്കിൽ കാണാൻ. കാരണം ഇന്നത്തെ കണ്ടീഷനിൽ ആ ഒരു 17,49,000 രൂപ എന്നൊക്കെ എക്സ്ഷോറൂം പ്രൈസിലെ വണ്ടിക്ക് ഒരു ക്യാമറ ഒക്കെ വേണം തോന്നി. പക്ഷേ കാര്യമില്ല, ഇല്ലല്ലോ. ഈ ഫോക്സ്വാഗൺ ടൈഗൂണിലെ എഞ്ചിനുകൾ എന്ന് പറയുന്നത് ഒരു 1 ലിറ്ററും ഒരു 1.5 ലിറ്ററാണ്. ഇപ്പോൾ 1 ലിറ്ററിന് ആ ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും മാനുവലും, 1.5നാണെങ്കിൽ DSGയും പിന്നെ മാനുവലാണ്. ഇപ്പോൾ GT എഡ്ജ് പോലുള്ള വണ്ടികൾക്ക് മാനുവൽ ഓപ്ഷൻ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ലിറ്ററിന് 115 bhp കൂടാതെ ടോർക്ക് എന്ന് പറയുന്നത് 173 Nm. എന്നാൽ ഈ ഒരു 1.5 ആകുമ്പോൾ അത് 150 bhpയും ഏറെക്കുറെ 250 Nm ഉള്ള ഒരു വ്യത്യാസം വന്നു. ശരിക്കും പവർഫുള്ളായ വണ്ടി. എനിക്ക് 1 ലിറ്ററിനേക്കാൾ എക്സൈറ്റ്മെൻറ്റ് നല്ല ഈ വണ്ടി തന്നെയാണ്. ഇത് ഓടിക്കാനായിട്ട് നല്ല രസമാണ്, ഞാൻ ഓടിക്കുമ്പോൾ പറയാം. പിന്നെ ഇതിൽ വന്ന മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ആ വെന്റിലേറ്റർ സീറ്റ് പോലുള്ള ഫംഗ്ഷൻ നടത്താൻ പക്ഷേ ഞാൻ കാണിക്കാം. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ആ ഒരു പുതുമ എന്ന് പറയുന്നത് കളർ തീമും കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ആണ്, അല്ലാണ്ട് ടെക്നിക്കലി കാര്യമായിട്ടൊന്നും വ്യത്യാസങ്ങളില്ല. ടൈഗൂണിനകത്തേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ എന്ന് പറയാം. അതായത് ഈ തുറന്നം കയറുമ്പോൾ ശരിക്കും ഈ സ്റ്റിയറിംഗ് റാപ്പ് കൂടാതെ സീറ്റിൻ്റെ വെന്റിലേറ്റഡ് സീറ്റായിട്ടുള്ള ഒരു ഫംഗ്ഷൻ, GT എന്നുള്ള ഒരു ബാഡ്ജിങ്, ആംറെസ്റ്റ്, ഈ ഒരു 1.5 എഞ്ചിനോട് കൂടിയിട്ടുള്ള DSGയുടെ ഈ ഒരു ഗിയർ ബോക്സ്, കൂടാതെ ഈ ഒരു ഇൻസേർട്ടുകൾ, സ്പോർട്ടി ഇൻസേർട്ടുകളുടെ പെഡൽ, ഡെഡ് പെഡൽ കാണാം. ഈ ഇലക്ട്രിക് സീറ്റുകൾ ഇതിൻ്റെ ഫീച്ചറായിട്ട് കാണാം. സിൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ടൈഗൂൺ എന്ന് പറയുന്നത്. സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇനി ക്ലസ്റ്ററിനകത്താണ് നമുക്ക് ആവശ്യത്തിനധികമുള്ള ആ ഒരു ഇൻഫർമേഷനൊക്കെ ഉള്ള ഒരു ക്ലസ്റ്ററാണിത്. ഇനി ഇവിടെ ടച്ച് സ്ക്രീനും അല്ലെങ്കിൽ ആ ഒരു മൾട്ടിമീഡിയ കാണാം. അപ്പോൾ റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഒരു ചെറിയ കുഞ്ഞ് ക്യാമറയാണ്. കാര്യമായിട്ടൊന്നും പറയാനില്ല. എനിക്കതിനകത്ത് വലിയ ഇമ്പ്രഷൻ തോന്നിയില്ല. ഈ ക്യാമറയ്ക്കകത്ത് ആ ഒരു
അഡാപ്റ്റീവ് ലെനിങ് പോലും ഇല്ല കേട്ടോ, സാധാ ക്യാമറയാണ്. ഇനി ഇവിടെ നമുക്ക് ആ ഒരു ടച്ചൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം റെസ്പോൺസീവുള്ള, അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവായിട്ട് ടച്ചാണെന്ന് കാണാം. ഈ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് ഇവിടെയാണ്, സെറ്റിംഗ്സിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. ഇതൊക്കെ നമ്മൾ ടൈഗോണിൻ്റെ വീഡിയോയിൽ വീണ്ടും വീണ്ടും പറഞ്ഞതാണ്, ഒന്നുകൂടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചാണ്. കൂടാതെ ഇവിടെ ആ ഒരു ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാം. വാലേ മോഡ് ഉണ്ട്. ലൈറ്റ്സ് എന്ന് പറയുന്നത് ആംബിയൻ ലൈറ്റ് ഉണ്ട് ഇതിനകത്ത്. ആംബിയൻ ലൈറ്റിൻ്റെ കാര്യമാണ് കാണുന്നത്. ആംബിയൻ ലൈറ്റ് കാണാം. ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ഈ മീഡിയക്കകത്താണ്, ടച്ചാണത്. ഇനി ഷോർട്ട് കട്ടുകൾ കൊടുത്തും മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഈസി ടു യൂസ് ആണ്, വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മൾട്ടിമീഡിയ സ്ക്രീൻ എന്ന് പറയാം. ഇനി താഴെയായിട്ട് AC വെൻറ്റുകൾ കാണാം. AC വെൻറ്റിൽ താഴെ കാണുന്ന ഈ ഒരു സ്വിച്ച് പാനലിൽ നമുക്ക് AC ഒരു ടച്ച് ചെയ്തപ്പോൾ അത് ഓട്ടോ ആയി. കാരണം ടച്ച് കൺട്രോൾസാണ്, നമ്മൾ അറിയാതെ ടച്ച് ചെയ്യാൻ തന്നെ ആവുന്നുണ്ട്. ഇത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പാണ് എഞ്ചിൻ്റെ. ഇനി ഇവിടെ നമുക്ക് ആ ഒരു വെന്റിലേറ്റർ സീറ്റിൻ്റെ ബട്ടൺ കാണാൻ, ഹസാർഡിൽ 2 എമ്മികളുണ്ട്. താഴെ കാണുന്ന ഈ ഒരു വയർലെസ് ചാർജിങ് പാഡ്, കൂടാതെ ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഇതൊക്കെ തന്നെ ടൈഗോണിൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് കൂടി കാണുന്നുണ്ട്. ഇനി പോർട്ടുകളുണ്ട് 2 അതായത് USB പോർട്ടാണ്, മൾട്ടിപ്പിൾ ചാർജിങ് ഓപ്ഷനാണ്. വേണമെങ്കിൽ വയർലെസ് ചെയ്യാം, അല്ലെങ്കിൽ സീൽ കുത്താം. അതല്ലെങ്കിൽ ഇവിടെ ഈ ഒരു 12 വോൾട്ട് ചാർജ് സോക്കറ്റ് ഉണ്ട്. ഈ ബസ്സിലൊക്കെ കാണാൻ ഭംഗിയുണ്ട്. കൂടാതെ ഇവിടെ കൊടുത്ത ഈ ഒരു എലമെൻറ്റ് നല്ലതാണ്. ഗ്ലോ ബോക്സ് വലുതാണ്. ഗ്ലോ ബോക്സിന് കൂളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെ ടൈഗോണിൻ്റെ കാര്യമായിട്ട് പറയാം. ഈ മിറർ എന്ന് പറയുന്നത് ഓട്ടോ ഡിമ്മിങ്ങാണ്. ഒരു ഇത്തിരി ബെസൽലെസ് മിറർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ഒരു ബെസലേ ഉള്ളൂ. സൺറൂഫിൻ്റെ കൺട്രോൾസാണ്. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ടെങ്കിൽ നന്നായി തോന്നി. ഇല്ല, ഇതാണ് സ്വിച്ചുകൾ. ആ LED ലൈറ്റൊക്കെ തന്നെ നല്ലതാണ്. ഇത് സൺറൂഫിൻ്റെ സ്വിച്ചാണ്. ബ്ലാക്കാണ് തീം. അങ്ങനെ പറയുമ്പോൾ ഇവിടെ സൺവൈസറിൽ ടിക്കറ്റ് ഹോൾഡർ ഉള്ളൂ. ഫോക്സ് കണ്ണാടി കൊടുക്കും നിർത്തി. കൂടാതെ ഇവിടെ നമുക്കൊരു കണ്ണാടി കാണാം. അടപ്പില്ലാത്ത കണ്ണാടിയാണ്, ലൈറ്റും ഇല്ല. അപ്പോൾ കുറച്ച് കോസ്റ്റ് കട്ടിങ് അവിടെ ഇവിടെ കാണുന്നുണ്ട്. സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത്. സ്പ്രിംഗ് ലോഡ് നല്ലതാണ്. പിന്നെ ഇവിടെ ആ ഒരു സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ അടയ്ക്കാനുള്ള ഒരു കവർ നമുക്ക് അതുകൊണ്ട് അടയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ തുറക്കാൻ പറ്റും. ഈസിയാണത്. സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഗോൾഫ് ബോൾ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് 2 സൈഡിലുള്ള സംഭവം ഇഷ്ടപ്പെട്ടു. സ്വിച്ചുകൾ കൊള്ളാം. ഇതിനകത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് അഡാസ് ലെവൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സംഭവം ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റുമുണ്ട്, റീച്ചുമുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് ടെലിസ്കോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണെന്ന് പറയാം. രസമുണ്ട്, യൂസ് ചെയ്യാനും കൊള്ളാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫീൽ നല്ലതാണ്. ഫ്ലാറ്റ് ബോട്ടമാണ്. ഇരിക്കുന്ന സീറ്റിൻ്റെ ഒരു ബോൾസ്റ്ററിങ് കൊള്ളാം. വലിയ സീറ്റാണ്. അത്യാവശ്യം നല്ല ബോഡി സൈസിലുള്ള ആളുകൾക്കും നന്നായി തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റിൻ്റെ ചാര് കൊള്ളാം. വെന്റിലേറ്റർ സീറ്റിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൊള്ളാം. ഇപ്പോൾ ഈവൻ ദോ ഇതിൻ്റെ ആ ഒരു വെന്റിലേറ്റർ സീറ്റിൻ്റെ ബൾബിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്, ബ്ലൂ അല്ല. എന്നാലും നല്ല രസമുണ്ട്. 2 പോയിൻ്റേ ഉള്ളൂ. സാധാരണ വണ്ടികൾ കാണുന്ന പോലെ 3 അല്ല, 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ആംറസ്റ്റിൻ്റെ അകത്ത് കൈവയ്ക്കാനുള്ള ഗുണം ഇതിൻ്റെ വലിയ ഗുണമാണ്. ലോക്ക് അൺലോക്ക് ബട്ടൺ ഡോറിലാണ്. ഇതൊക്കെ തന്നെ മികച്ച കാര്യങ്ങളാണ്. അപ്പോൾ നല്ല ഹെഡ് റൂമുള്ള, നല്ല ലെഗ് റൂമുള്ള, നല്ല SUV സ്റ്റാൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ടൈഗൂൺ എന്ന് പറയാം. ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി കാണാം ഈ ഒരു GT എഡ്ജ് മോഡലിന്. ഈ മീറ്റർ ക്ലസ്റ്ററിലെ നമ്മൾ ഈ വ്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ ഞെക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു ഡയൽസോ അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്പ്ലേക്ക് ആക്കാൻ പറ്റും. നല്ല കാര്യമായിട്ട് തോന്നി. ഇതൊക്കെ ഇതിൻ്റെ ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ ഗിയർ ഡിസ്പ്ലേ വേണമെങ്കിൽ അങ്ങനെ, ഓയിൽ ടെമ്പറേച്ചർ, ഓഡിയോ, ടെലിഫോണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ഡ്രൈവിംഗ് ഡാറ്റ കാണാം. എക്കണോമി കാണാം. എക്കണോമി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന എക്കണോമി എന്ന് പറയുന്നത് ഇപ്പോൾ അത് എക്കണോമി കാണിക്കില്ല, ആരും വണ്ടി ഓടില്ല, ഓടിക്കുമ്പോൾ എക്കണോമി. പക്ഷേ എനിക്ക് വണ്ടി വന്നപ്പോൾ 8 കിലോമീറ്റർ കാണിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു 10-ന് കുറച്ചൊക്കെ മൈലേജ് കിട്ടും മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ. സ്വിച്ചൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ്. ഇതാണ് വോളിയം. ഇതിവിടെ നെക്സ്റ്റ് പ്രീവിയസ് ട്രാക്ക്. ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ശരിക്കും പോളോയുടെ അത്ര പ്രൊട്രൂഡിങ് അല്ല മിഡിൽ ഹമ്പ്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കാൻ പറ്റും. AC വെൻ്റ് കുറച്ച് ഉള്ളിൽ കയറി നിൽക്കുകയാണെങ്കിൽ കൂടി. ഇവിടെ പോർട്ട് ഉണ്ട്. പിന്നെ ആംറസ്റ്റിനകത്ത് 2 കപ്പ് ഹോൾഡർ കാണാം. അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്, അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. നല്ല സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു വണ്ടിയാണ് ടൈഗൂൺ എന്നുള്ളത് നിസ്സംശയം പറയാം. അങ്ങനെ പറയുമ്പോൾ ടൈഗൂണിൻ്റെ GT എഡ്ജിൽ ബാക്ക് സീറ്റിൽ മാറ്റങ്ങളൊന്നുമില്ല. ഫോക്സ് വാഗൺ ടൈഗൂൺ ഓടിക്കുകയാണ്. ശരിക്കും ഇത് ഓടിക്കേണ്ട കാര്യമുണ്ടോ വെച്ചില്ല, നമ്മൾ ഓടിച്ചിട്ടുള്ളതാണ്. GT എഡ്ജിന് പ്രത്യേകിച്ച് പറയാൻ മാത്രമുള്ള മാറ്റങ്ങളില്ല. പുതിയ ഇവോ ഫാമിലി എഞ്ചിനായപ്പോൾ ആ ഒരു BS6ൻ്റെ ആ ഒരു നോർമലൈസേഷൻ വന്നപ്പോൾ ഒരു ഇത്തിരി ഡള്ളായിട്ടുണ്ട് പെർഫോമൻസ് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് വലിയ ഒരു കാര്യമായിട്ട് പറയാനില്ല. ഈ വണ്ടിക്ക് ടർബോ ലാഗ് കാര്യമായിട്ടില്ല, മാസ്ക്ഡ് ആണ്. പ്രത്യേകിച്ചും ഈ DSGക്ക്. ഈ DSGയുടെ കൂടെ ഈ ഒരു എഞ്ചിൻ കൂടി തരുമ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ കാല് കൊടുത്ത് അങ്ങ് പോകാൻ പറ്റും. വെറുതെ ഒരു കാര്യം ചുമ്മാ കാല് കൊടുത്ത് അങ്ങ് പോകാൻ പറ്റും. കാരണം 150 bhp എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവറാണ്. കൂടാതെ ഇതിന് 250 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്ക്. അപ്പോൾ ഇത്രയും പവറും ടോർക്കുള്ള വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫൺ ഉണ്ടല്ലോ, നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഓഡിയൻസ് എനിക്ക് തോന്നുന്നത് ടർബോ പെട്രോൾ ഇഷ്ടമുള്ള, DSG ഇഷ്ടമുള്ള, ജർമ്മൻ കാറുകൾ ഇഷ്ടമുള്ള ആളുകളാണ്. അവരുടെ ആദ്യ വണ്ടിയൊക്കെ ആയിട്ട് നോക്കാൻ പറ്റിയ വണ്ടിയാണ് ടൈഗൂൺ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഇരിക്കുന്ന പോസ്റ്റർ കൊള്ളാം. ഇതിനൊരു പ്രീമിയം ഫീൽ ഉണ്ട്. ഇതിനകത്ത് നമുക്കധികം കോസ്റ്റ് കട്ടിങ് തോന്നില്ല. മൊത്തത്തിൽ ഒരു മികച്ച വണ്ടിയാണ് ഈ ഒരു ടൈഗൂൺ എന്ന് പറയാം. ഇപ്പോൾ GT എഡ്ജ് പോലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഈ വണ്ടിയുടെ ആ ഒരു അട്രാക്ഷൻ കുറച്ചുകൂടി കൂടും. ആ ഒരു ബ്ലാക്ക് ക്രോം ആണെങ്കിലും കൂടാതെ ബ്ലാക്ക് റൂഫ് ആണെങ്കിലും അങ്ങനെ ഇൻസൈറ്റുകളൊക്കെ വരുമ്പോൾ ഒരു ഇത്തിരി കൂടി കൗതുകമുള്ള, ഒരു ഇത്തിരി കൂടി ഫ്രീക്കനായിട്ടുള്ള വണ്ടിയായിട്ട് ടൈഗൂൺ മാറിയിട്ട്. ഈ ടൈഗൂണും കുശാക്കും കൂടി ഞാൻ പലപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക്
ടൈഗൂണിനെ കുശാഖിനേക്കാൾ ഇഷ്ടപ്പെടാൻ കുറച്ച് കാരണം എന്ന് പറയുന്നത് ഒരു ഇത്തിരി കൂടി പ്രീമിയം ഫീൽ ടൈഗൂണാണ് കുശാഖിനേക്കാൾ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അത് ഞാൻ വെറുതെ പറയുന്നല്ല, 2 വണ്ടിയും കൂടി നിർത്തി നമുക്ക് പറയാൻ പറ്റും. ടൈഗൂൺ ഇത്തിരി കൂടി പ്രീമിയം ഫീലുള്ള ഒരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ഫീൽ നല്ലതാണ് ഫോർ എ ഫോക്സ്വാഗൺ, ഇതിൻ്റെ ബ്രേക്സ് നല്ലതാണ് ഫോർ എ ഫോക്സ്വാഗൺ, ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്റ് നല്ലതാണ് ഫോർ എ ഫോക്സ്വാഗൺ. അപ്പോൾ വില മാത്രമാണ് ഒരു ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും 1.5 എന്ന് പറയുമ്പോൾ അത് വലിയ കൂടുതലല്ല. 17-49 പറയുമ്പോൾ 20 ലക്ഷം രൂപ 21 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്ക് ഓൺ റോഡ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ടൈഗൂൺ എന്നുള്ളതാണ്, ഈ ഒരു 1.5 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മികച്ച ചോയ്സ് എന്ന് പറയുന്നത് 1.5 DSG ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാനുവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഓടിക്കാൻ നല്ല ഫണ്ണാണ് വണ്ടി. അപ്പോൾ കാല് കൊടുത്താൽ പാഞ്ഞ് കയറി പോകുന്ന ഒരു 1.5 ലിറ്റർ ഫാമിലിയുടെ എഞ്ചിനുള്ള ഈ വണ്ടി ഓടിക്കാൻ രസമുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ GT എഡ്ജ് കൂടി ആയപ്പോൾ ഇതിൻ്റെ കുറച്ച് കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് കൊണ്ട് വന്നപ്പോൾ ആ ഒരു ഫൺ ഫാക്ടറിൻ്റെ കൂടെ കുറച്ച് ഭംഗി കൂടി എന്ന് നിസ്സംശയം പറയാം. അതാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം. അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. സോ GT ലൈനാണ്, DSG ആണ്, 1.5 ആണ്. കാല് കൊടുക്കാതെ എന്താ ആഘോഷം? കാല് കൊടുക്കാം. ഞാൻ ഒരുപാട് സ്പീഡൊന്നും ഓടിക്കുന്നില്ല. ഇത് ഫണ്ണാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്സിലേഷൻ കാണിച്ചതേ ഉള്ളൂ. ചെറിയൊരു ലാഗ് നമുക്ക് ഇനിഷ്യലി തോന്നി, പക്ഷേ അത് DSGയുടെ ലാഗാണ്, ടർബോ ലാഗ് അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഓടിക്കാൻ രസമുള്ള വണ്ടി തന്നെയാണ് ടൈഗൂൺ എന്ന് പറയാം. GT എഡ്ജ് വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു പോയിക്കോളൂ. ഇപ്പോൾ ഈ ഓഫറൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കൊന്നും ആ ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോഷനിലേക്ക് എത്തിയ പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ വണ്ടി പോയിക്കോളൂ, ഓടിച്ചു പോയിക്കോളൂ, പറ്റുമെങ്കിൽ മേടിച്ചോളൂ. അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.